ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം സംഖ്യാപുസ്തകം 31, 32 അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിലെ ഒരു പ്രധാന മാറ്റത്തെ അവതരിപ്പിക്കുന്നു. ജനം വാഗ്ദത്ത ദേശത്തോട് അടുത്തിരിക്കുകയാണ്. അവകാശം, ഉത്തരവാദിത്വം, നിയമവിശ്വസ്തത എന്നിവയ്ക്കായി ദൈവം തൻ്റെ ജനത്തെ ഒരുക്കുന്നു. ഈ അധ്യായങ്ങളിൽ മിദ്യാന്യരിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി, ഇസ്രായേലിൻ്റെ ശുദ്ധീകരണം, സമ്പത്തിൻ്റെ വിഭജനം, റൂബേൻ ഗോത്രത്തിൻ്റെയും ഗാദ് ഗോത്രത്തിൻ്റെയും പാർപ്പിട ആവശ്യം എന്നിവ ഉൾപ്പെടുന്നു. ഈ അധ്യായങ്ങൾ വിശുദ്ധി, അനുസരണം, പരിപാലനം, ഐക്യം, ദൈവിക ഉദ്ദേശങ്ങളോടുള്ളതായ പ്രതിബദ്ധത എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. 31 അധ്യായം പ്രധാനമായും മിദ്യാന്യരിന്മേലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. സംഖ്യാപുസ്തകം 25 രേഖപ്പെടുത്തിയ സംഭവങ്ങളിലൂടെ മിദ്യാന്യർ ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്കും ലൈംഗിക അശുദ്ധിയിലേക്കും നയിച്ചതിനാൽ അവരോട് പ്രതികാരം ചെയ്യുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. ഓരോ ഗോത്രത്തിൽ നിന്നും 1000 പേർ വീതം 12,000 സൈനികരെ ഫിനെഹാസിൻ്റെ നേതൃത്വത്തിൽ യുദ്ധത്തിനയച്ചു. ഇസ്രായേൽ മിദ്യാനെ തോൽപ്പിച്ചു. 5 മിദ്യാൻ രാജാക്കന്മാരും ഇസ്രായേലിൻ്റെ നാശത്തിന് ഉപദേശം നൽകിയ ബിലെയാമും കൊല്ലപ്പെട്ടു. സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും മറ്റ് സമ്പത്തുകളെയും അവർ പിടിച്ചെടുത്തു. സൈന്യം മടങ്ങിയെത്തിയപ്പോൾ പേയോരിൽ ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ച സ്ത്രീകളെ ജീവനോടെ വിട്ടതിനാൽ മോശ കോപിച്ചു. ദൈവകൽപ്പന പ്രകാരം ന്യായവിധിയെയും ശുദ്ധീകരണത്തെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മോശ നൽകി. സൈനികരും യുദ്ധലാഭവും ആചാരപരമായ ശുദ്ധീകരണത്തിന് വിധേയരായി. യുദ്ധലാഭം അഥവാ കൊള്ള സൈനികർക്കും സഭയ്ക്കും ഇടയിൽ വിഭജിച്ചു. അതിൽ നിന്ന് ഒരു ഭാഗം യഹോവയ്ക്കായി സമർപ്പിക്കുകയും പുരോഹിതർക്കും ലേവ്യർക്കും നൽകുകയും ചെയ്തു. ഒരു ഇസ്രായേൽ സൈനികനും നഷ്ടമായിരുന്നില്ല എന്നതിനാൽ സൈന്യാധിപന്മാർ സ്വമേധയാ സ്വർണ്ണക്കാഴ്ച ദൈവത്തിന് സമർപ്പിച്ചു. ഈ അധ്യായം ദൈവം പാപത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നു എന്ന് കാണിക്കുന്നു. മിദ്യാനെതിരായ യുദ്ധം വെറും സൈനിക പ്രവർത്തനം മാത്രമല്ല, ദൈവജനത്തെ അഴിമതിയിലാക്കാൻ ശ്രമിച്ച ഒരു ജനതയ്ക്കെതിരെയായ ദൈവിക ന്യായവിധിയായിരുന്നു. ബിലെയാമിൻ്റെ മരണം യഥാർത്ഥ അനുസരണമില്ലാത്ത പുറം ഭക്തി ഒടുവിൽ ന്യായവിധിയിലേക്കാണ് നയിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബിലെയാം ദൈവവചനം പ്രസംഗിച്ചെങ്കിലും അവൻ്റെ ഹൃദയം ലോകലാഭത്തോടും ഒത്തുതീർപ്പുകളോടും ചേർന്നിരുന്നു. ശുദ്ധീകരണ ചടങ്ങുകൾ ദൈവജനത്തിന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് ഊന്നിപ്പറയുന്നു. ദൈവത്തിൻ്റേതായവർക്ക് വിശുദ്ധി ഒരു തിരഞ്ഞെടുപ്പല്ല. സൈന്യാധിപന്മാരുടെ സ്വമേധയാ സമർപ്പിച്ച കാഴ്ച നന്ദിയുടെ പ്രകടനമായിരുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം തിരിച്ചറിഞ്ഞപ്പോൾ അവർ സ്വയം പ്രശംസിക്കാതെ ആരാധനയിലേക്ക് തിരിഞ്ഞു. ഇന്നത്തെ വിശ്വാസികൾ ഭൗതിക യുദ്ധത്തിലല്ല, ആത്മിക യുദ്ധത്തിലാണ്. പാപം, പരീക്ഷ, വ്യാജോപദേശം, ലൗകിക ഒത്തുതീർപ്പ് എന്നിവ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിൽ നിന്ന് വിശ്വാസികളെ അകറ്റാൻ നിരന്തരം ശ്രമിക്കുന്നു. ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാപത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ആത്മീയ ഒത്തുതീർപ്പുകൾ നാശകരമായ ഫലങ്ങൾ ഉളവാക്കുന്നു. ദൈവകൃപ വിശുദ്ധിയിലേക്കുള്ള വിളിയെ ഇല്ലാതാക്കുന്നില്ല. എല്ലാ വിജയങ്ങളും ദൈവ സംരക്ഷണത്തിൻ്റെ ഫലമാണ്. അതിനാൽ നന്ദിയും ആരാധനയും ഉണ്ടായിരിക്കണം. യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ സ്വയം ശുദ്ധീകരിച്ചതുപോലെ ദൈവജനവും ക്രിസ്തുവിലൂടെ നിരന്തരമായ മാനസാന്തരത്തിനും നവീകരണത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്നു. 32 അധ്യായം രൂബേൻ്റെയും ഗാദിൻ്റെയും പാർപ്പിട ആവശ്യത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. രൂബേൻ ഗോത്രത്തിനും ഗാദ് ഗോത്രത്തിനും വലിയ കന്നുകാലി സമ്പത്തുണ്ടായിരുന്നു. യോർദാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള യാസീറും ഗിലെയാദും മേച്ചൽ സ്ഥലങ്ങൾക്ക് അനുയോജ്യമാണെന്ന് കണ്ടപ്പോൾ കനാനിൽ കടക്കാതെ അവിടെ പാർക്കാൻ അവർ അനുമതി അഭ്യർത്ഥിച്ചു. ആദ്യം മോശ വളരെ ആശങ്കപ്പെട്ടു. മുൻ തലമുറയുടെ അവിശ്വാസം മുഴുവൻ ഇസ്രായേലിനെയും നിരുത്സാഹപ്പെടുത്തി 40 വർഷത്തെ മരുഭൂമി യാത്രയ്ക്ക് കാരണമായതുപോലെ വീണ്ടും സംഭവിക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. രൂബേൻ്റെയും ഗാദിൻ്റെയും നേതാക്കൾ അവർ സഹോദരന്മാരെ ഉപേക്ഷിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി. യുദ്ധയോഗ്യരായ പുരുഷന്മാർ യോർദാൻ കടന്ന് മറ്റ് ഗോത്രങ്ങളെ വാഗ്ദത്ത ദേശം കീഴടക്കാൻ സഹായിക്കുമെന്നും കുടുംബങ്ങളെ താൽക്കാലികമായി പിന്നിൽ വിടുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ജയപ്രാപ്തി പൂർത്തിയായ ശേഷം മാത്രമേ അവർ സ്വന്തം അവകാശത്തിലേക്ക് മടങ്ങുകയുള്ളൂ. മോശെ അവരുടെ നിർദ്ദേശം അംഗീകരിക്കുകയും അതിനെ ഒരു ബാധകമായ ഉടമ്പടിയാക്കുകയും ചെയ്തു. തുടർന്ന് അവർ പട്ടണങ്ങൾ പണിതു കുടുംബങ്ങളെ പാർപ്പിക്കാൻ ഒരുക്കങ്ങൾ നടത്തി. ഈ അധ്യായം നിയമബന്ധിത ഉത്തരവാദിത്വത്തിൻ്റെയും കൂട്ടായ വിശ്വസ്തതയുടെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. രൂബേനും ഗാദും അവിടെ പാർക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ദൈവജനത്തോടുള്ള ഉത്തരവാദിത്വം ഉപേക്ഷിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. വ്യക്തിപരമായ അനുഗ്രഹം കൂട്ടായ ഉത്തരവാദിത്വം ഉപേക്ഷിക്കുന്നതിനുള്ള കാരണം ആകരുത്.
മോശയുടെ ആശങ്ക നിരുത്സാഹത്തിൻ്റെ അപകടത്തെയും കാണിക്കുന്നു. ഒരു കൂട്ടത്തിൻ്റെ പ്രതിബദ്ധതയില്ലായ്മ മുഴുവൻ സമൂഹത്തെയും ബാധിക്കാം. സഹോദരന്മാരോടൊപ്പം യുദ്ധം ചെയ്യാനുള്ള രൂബേൻ്റെയും ഗാദിൻ്റെയും മനോഭാവം ത്യാഗപരമായ സേവനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉദാഹരണമാണ്. ഇന്നത്തെ സമൂഹം വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന സംസ്കാരമാണ്. എന്നാൽ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തിപരമായ വിജയം ദൈവരാജ്യ ദൗത്യത്തിന് പകരമാകരുത്. ഓരോ വിശ്വാസിക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തോടുള്ള ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തീയ ഐക്യം ത്യാഗം ആവശ്യപ്പെടുന്നു. നമ്മുടെ തീരുമാനങ്ങൾ മറ്റ് വിശ്വാസികളെ ബാധിക്കുന്നു. ദൈവജനം ഒറ്റപ്പെട്ട അനുഗ്രഹങ്ങൾ തേടാതെ ഒരുമിച്ച് മുന്നേറണം. രൂബേനും ഗാദും വ്യത്യസ്ത ചുമതലകൾ ലഭിച്ചെങ്കിലും ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായതുപോലെ എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെ വേലയിൽ പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായങ്ങളിലെ പ്രധാന ദൈവശാസ്ത്ര ചിന്തകൾ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി പാപത്തിനെതിരായ ന്യായവിധി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. മിദ്യാന്യനെതിരായ ന്യായവിധി ദൈവം പരിപൂർണ വിശുദ്ധനാണെന്നും മത്സരത്തെ അവഗണിക്കില്ലെന്നും വെളിപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ദൈവജനങ്ങൾ വിശുദ്ധി പിന്തുടരണം എന്നുള്ള ദൈവശാസ്ത്ര ചിന്ത നമുക്ക് നൽകുന്നു. യുദ്ധാനന്തര ശുദ്ധീകരണം ദൈവം തൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധ ജനത്തെ ആഗ്രഹിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ദൈവ സംരക്ഷണത്തോടുള്ള ശരിയായ പ്രതികരണം നന്ദിയാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നു. സൈന്യാധിപന്മാരുടെ കാഴ്ച എല്ലാ വിജയങ്ങളും ആരാധനയിലേക്കും നന്ദിയിലേക്കും നയിക്കണമെന്ന് പഠിപ്പിക്കുന്നു. 4. നിയമസമൂഹത്തിന് പങ്കിട്ട ഉത്തരവാദിത്വം ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നു. രൂബേനും ഗാദും ദൈവജനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടവരാണെന്ന് കാണിക്കുന്നു. വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശങ്ങൾക്ക് സേവിക്കുവാൻ വേണ്ടി വിനിയോഗിക്കണം. അഞ്ചാമതായിട്ട് വിശ്വസ്തതയിൽ അവകാശവും സേവനവും ഉൾപ്പെടുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കുന്നു. അവർക്ക് അവകാശം ലഭിച്ചെങ്കിലും മറ്റുള്ളവർക്കും അവകാശം ലഭിക്കാൻ സഹായിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. ഇന്നത്തെ സഭയ്ക്കും ഇതേ തത്വം ബാധകമാണ്. സംഖ്യാപുസ്തകം 31-32 ദൈവം വിശുദ്ധനും നീതിമാനും വിശ്വസ്തനുമാണെന്ന് പഠിപ്പിക്കുന്നു. അവൻ പാപത്തെ ന്യായം വിധിക്കുന്നു, തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു, അനുസരണയിലേക്ക് വിളിക്കുന്നു. ആത്മീയ വിജയങ്ങൾക്ക് വിശുദ്ധിയും നന്ദിയും ദൈവാശ്രയത്വവും ആവശ്യമാണ് എന്ന് ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ദൈവാനുഗ്രഹങ്ങൾ നമ്മെ സ്വാർത്ഥരാക്കാനല്ല നൽകിയിരിക്കുന്നത്. രൂബേനും ഗാദും ചെയ്തതുപോലെ നമ്മുടെ അനുഗ്രഹങ്ങളും കഴിവുകളും വിഭവങ്ങളും ദൈവജനത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗീയ അവകാശത്തിലേക്കുള്ള യാത്രയിൽ നാം വിശ്വസ്തരായി നിലകൊള്ളുകയും പരസ്പരം സഹായിക്കുകയും ദൈവിക ഉദ്ദേശങ്ങൾ ഒരുമിച്ച് നിറവേറ്റുകയും ചെയ്യുവാനിടയാവട്ടെ. ദൈവത്തോടു കൂടെയുള്ള എൻ്റെ നടപ്പിനെ ദുർബലമാക്കുന്ന ഒത്തുതീർപ്പുകളോട് ഞാൻ സൗകര്യപ്രദമായി പെരുമാറുന്നുണ്ടോ, അല്ലെങ്കിൽ പാപത്തെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ വ്യക്തിപരമായ സൗകര്യത്തിന് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പുരോഗതിക്കായി മറ്റുള്ളവരെ സഹായിക്കുകയാണോ? ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.